കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവ് അരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗമാണ്. എന്റെ ഭവനം പ്രാർത്ഥനയുടെ ഭവനം. ഒരു ദിവസം ഒരു ചെറിയ കുട്ടി തന്റെ പിതാവിനോടൊപ്പം ദേവാലയത്തിലെത്തി. അവിടെ പലരും സംസാരിക്കുകയും കച്ചവടം നടത്തുകയും ബഹളം വയ്ക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ കുട്ടി പിതാവിനോട് ചോദിച്ചു, അപ്പ, ഇത് ദൈവത്തിന്റെ ഭവനമല്ലേ? ഇവിടെ ഇത്രയും ബഹളം എന്തുകൊണ്ടാണ്? പിതാവ് ഒന്നും പറഞ്ഞില്ല. കുറച്ചു സമയത്തിന് ശേഷം കുട്ടി പ്രാർത്ഥിക്കുവാൻ കണ്ണുകൾ അടച്ചു. അവൻ പറഞ്ഞു, ഈശോയെ, ഇവിടെ എല്ലാവരും സംസാരിക്കുമ്പോഴും എന്റെ ഹൃദയത്തിൽ അങ്ങേക്ക് ഒരു സ്ഥാനം ഞാൻ ഒരുക്കുന്നു. ആ ചെറിയ പ്രാർത്ഥനയാണ് ഈശോ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ ഒരു വിശുദ്ധ ഇടം ഒരുക്കുക. യേശു ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ കച്ചവടവും പണത്തിന്റെ ഇടപാടുകളും കണ്ടു. അവൻ കച്ചവടക്കാരെയും നാണയമാറ്റക്കാരെയും പുറത്താക്കി പറഞ്ഞു, എന്റെ ഭവനം പ്രാർത്ഥനയുടെയും ഭവനം എന്ന് വിളിക്കപ്പെടും. ദേവാലയം കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടം മാത്രമല്ല, നമ്മുടെ ഹൃദയവും ദൈവത്തിന്റെ ആലയമാണ്. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് പകരം എന്താണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്? പണം, അധികാരം, അസൂയ, കോപം, വിദ്വേഷം, സ്വാർത്ഥത, അഹങ്കാരം, ഇവയൊക്കെ നമ്മുടെ ഹൃദയത്തിലെ കച്ചവടക്കാരായി മാറാം. ഈശോ ഇന്ന് നമ്മളോട് പറയുന്നു, നിന്റെ ഹൃദയം എനിക്ക് ഒരു പ്രാർത്ഥനയുടെ ആലയമാക്കുക. തുടർന്ന് അന്ധരും മുടന്തരും ഈശോയുടെ അടുക്കൽ വന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. കുട്ടികൾ ദേവാലയത്തിൽ ദാവീദിന്റെ പുത്രന് ഹോസാന എന്ന് വിളിച്ചു സ്തുതിച്ചു. ഇത് വളരെ മനോഹരമായ ഒരു സന്ദേശമാണ്. ഈശോ ഹൃദയത്തെ ശുദ്ധീകരിക്കുമ്പോൾ അവിടെ രോഗശാന്തിയും സന്തോഷവും സ്തുതിയും നിറയും. ജീവിത സന്ദേശം: 1. ഹൃദയം ശുദ്ധീകരിക്കാം. ഉള്ളിലെ തെറ്റായ ചിന്തകളും ദുശീലങ്ങളും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം. 2. പ്രാർത്ഥനയ്ക്ക് മുൻഗണന നൽകാം. തിരക്കിനിടയിലും ദിവസവും ദൈവത്തിനായി സമയം മാറ്റിവെക്കാം. 3. മറ്റുള്ളവരെ സ്നേഹിക്കാം. ദേവാലയത്തിൽ എത്തിയവരെ ഈശോ സ്വീകരിച്ചതുപോലെ നമ്മളും വേദനിക്കുന്നവരെ സ്വീകരിക്കണം. 4. കുട്ടികളുടെ വിശ്വാസം സ്വീകരിക്കാം. സത്യസന്ധമായ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ഒരു ചോദ്യം നമ്മോട് തന്നെ ചോദിക്കാം: എന്റെ ഹൃദയം ശരിക്കും ദൈവത്തിന്റെ ആലയമാണോ, അതോ ലോകത്തിന്റെ കച്ചവട സ്ഥലമാണോ? ഈശോ നമ്മുടെ ഹൃദയത്തിലെ അനാവശ്യമായതെല്ലാം നീക്കി സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും സമാധാനത്തിന്റെയും ആലയമാക്കി മാറ്റട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, എന്റെ ഹൃദയം അങ്ങയുടെ ആലയമാക്കണമേ. എന്നിലെ കോപവും അസൂയയും അഹങ്കാരവും സ്വാർത്ഥതയും നീക്കണമേ. എന്റെ ഹൃദയത്തിൽ പ്രാർത്ഥനയും സ്നേഹവും സമാധാനവും നിറയ്ക്കണമേ. വേദനിക്കുന്നവരെ കാണാനും അവരെ സഹായിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ ജീവിതം അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷ്യമാകട്ടെ. ഈശോയെ, എന്റെ ഹൃദയത്തിൽ എന്നും വസിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സുഖവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.